എന്റെ ACP അവളെങ്ങും ഇവിടെ വരില്ല. ഏത് നേരവും അവളെ പിടികൂടണം കൊല്ലണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ACPക്ക് കാണുന്നവരെല്ലാം മൈഥിലിയായിട്ടേ തോന്നും. അവള് നിങ്ങളെ പേടിച്ച് പുറത്തിറങ്ങുമെന്ന് തന്നെ എനിക്ക് സംശയം. നമുക്ക് പോവാം. അവളെ ഞാൻ ഈ ബീച്ചിൽ വെച്ച് കണ്ടതാ. അവൾ ഇവിടെ എവിടെയോ കാണും. അതില് യാതൊരു സംശയവും വേണ്ട. എന്റെ ACP ഏയ് മിണ്ടാതിരിക്കടി. അവളെ കാണാതെ ഞാൻ വരില്ല. നിനക്ക് ധൃതി ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ. ACP ഇതെന്തൊരു കുരിശ. എവിടെ ഏത് പെണ്ണിനെ കണ്ടാലും ഇങ്ങേർക്കത് മൈഥിലിയാ. ഈ ബീച്ചിൽ നിർത്താൻ നിർബന്ധം പിടിച്ച് എന്നെ വേണം തല്ലാൻ. തക്കിടി കൊണ്ടു. ഇതാരാ മദാമ്മയോ ബീച്ചിൽ കിടക്കുന്ന? അവിടെ കിടന്നു കേട്ടോ. ഇനി ആ മൈഥിലി എങ്ങാനും ഈ ബീച്ചിൽ വന്നിട്ടുണ്ടോ? ദൈവമേ, ഇവനെന്റെ ചങ്കിന് നേരെയാണല്ലോ വരുന്നത്. നേർക്ക് നേരെ കണ്ട ഇന്ന് എന്റെ അന്ത്യമായിരിക്കും. എന്റെ കുഞ്ഞ്, ഇതിനെ ഉപേക്ഷിച്ചാണല്ലോ ദൈവമേ ഞാൻ എന്റെ ഇഷ്ടം നോക്കി പോന്നത്. ദൈവം എന്നെ ശിക്ഷിച്ചതായിരിക്കും. അതേൾ എന്റെ കുഞ്ഞിന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. മീനാക്ഷി അത് കാണുന്നില്ലല്ലോ.
മൈഥിലി. നിന്നെ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. എന്റെ ജീവിതം തകർത്തിട്ട് കടന്നു കളഞ്ഞവരാ നീയും നിന്റെ അവനും. മീനാക്ഷി, എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ ക്ഷമ ചോദിച്ച തിരിച്ചു കിട്ടൂടെ എന്റെ ജീവിതം? നീ മാപ്പ് പറഞ്ഞ തീരുന്നതാണോടി ഞാൻ അനുഭവിച്ച വേദന? എനിക്ക് നേരിടേണ്ടി വന്ന മാനക്കേട് നിന്നെ ദൈവം എന്റെ മുൻപിൽ കൊണ്ടുവന്ന് തന്നതാ. ഇന്ന് നിന്റെ കഥ തീരും. ACP കൂടിയുണ്ട്. അങ്ങേരി ബീച്ചില് നിന്നെ തിരക്കി നടക്കുക. മീനാക്ഷി, ദയവേത് നീ എന്നെ കാർത്തിക്കിന് കാണിച്ചു കൊടുക്കരുത്. അവൻ എന്നെ കൊന്നുകളയും. കൊല്ലട്ടെ, മരണോ നിനക്കുള്ള ശിക്ഷ. മീനാക്ഷി, നിനക്കും നിന്നെ കൊണ്ടുപോയ ആ ഫ്രോഡിനും ഒളിച്ചോടാനുള്ള എല്ലാ സഹായം ചെയ്തത് ഞാനാണെന്നല്ലേ നീ എഴുതി വെച്ചത്? അതിനാദ്യമേ തന്നെ നിന്റെ ചെകിടം നോക്കി ഒരെണ്ണം തരേണ്ടതാ. എന്റെ കയ്യിൽ ഈ കുഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. കാർത്തി വരുന്നതിന് മുമ്പ് എനിക്ക് പോണം. നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ നീ പോവാൻ? മീനാക്ഷി, നിന്നെ ACPക്ക് പിടിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ. അയാൾ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ സഹായിക്കുന്നു എന്നാ. ഈ ACP ഈ സമയത്ത് എവിടെ പോയി? ACP മീനാക്ഷി, ACP ACP. എന്റെ പൊന്നു മോളെ. മീനാക്ഷി, എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ. നിന്റെ കുഞ്ഞോ? പ്രസവിച്ച് ഇതിനെ വലിച്ചെറിഞ്ഞ് കാമുകന്റെ കൂടെ ഒളിച്ചോടിയവളാ നീ. ദുഷ്ടയായി നിനക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ തരാനോ? തരില്ല ഞാൻ. മീനാക്ഷി, അല്ല, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരതയാ നീ കാണിച്ചത്. എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന്. ACP ഭാഗ്യം, അവൻ എന്നെ കണ്ടില്ല. എത്ര ദുഷ്ടയാണെങ്കിലും ഞാനൊരു പെറ്റമ്മയല്ലേ മീനാക്ഷി. ഒന്ന് ഞാൻ കുഞ്ഞിനെ എടുത്തോട്ടെ. ദാ എടുത്തോ. മീനാക്ഷി, അവളെ വിടരുത്. ACP ഒന്ന് വേഗം വാ. അയ്യോ, ACP അവളെ രക്ഷപ്പെട്ടു. എടീ, നിക്കടി അവിടെ. എടീ, എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിച്ചതാ. അല്ലെങ്കിൽ കള്ളനോട്ട് അടിച്ചെന്ന് പറഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് അട്ടക്കുളങ്ങരയ്ക്ക് വിട്ടേനെ. എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായേനെ. അല്ലെങ്കിലും എന്റെ ആങ്ങളെന്ന് പറയുന്ന താന്തോന്നിന്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയ അത് ഇടങ്ങേറാവും.
ഈശ്വര, ഇനി എന്ത് ചെയ്യും? മൊത്തം 1,00,000 രൂപയുടെ കള്ളനോട്ട് കയ്യിൽ നിന്ന് കളഞ്ഞേക്കാം. ഒരു പേരുദോഷം വേണ്ടല്ലോ. ഇതെവിടെ കളയും? വേസ്റ്റ് ഇടുന്നിടത്ത് കളഞ്ഞേക്കാം. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ കഴുകാം. ഈ കള്ളനോട്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. മാലതി, കപ്പലിനകത്ത് തന്നെ കള്ളനുണ്ടാകുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കണ്ടില്ലേ കാശുമോഷണക്കാരി, ദേ നിന്റെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നു. അമ്മേ, ഞാൻ ആരുടെ കാശൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ കീറക്കടലാസോ? ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതാ നിന്നെ എന്റെ കൺമുമ്പിൽ. ദൈവം നീതിമാന്മാർക്കൊപ്പമേ നിൽക്കൂ എന്നതിന് ഒരു തെളിവ് കൂടി അടിയത്. നിന്റെ മട്ടും ഭാവവും പരിങ്ങലും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. 2 ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിരുന്നു നീ ഈ മോഷണം നടത്തിയത്. ഒന്നാമത്, ജഗദീഷിനോട് പറയാൻ പറ്റാത്ത നിന്റെ എന്തോ ഒരു കാര്യം നിറവേറ്റണം. 2, ഈ നിൽക്കുന്ന എന്റെ മകൾ നന്ദിനിയെ നിനക്ക് കള്ളിയാക്കണം. അവളെ എങ്ങനെയും നാണം കെടുത്തി ഈ ചെമ്പകമംഗലത്ത് എന്ന് പറഞ്ഞയക്കണം. പറയടി, അതല്ലായിരുന്നോ നിന്റെ ലക്ഷ്യം? അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയരുത്. മിണ്ടരുത് നീ. എന്നെ അമ്മയെന്ന് വിളിക്കുകയായിരുന്നു. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ നിന്നെ പോലെ ചീപ്പല്ലടി. അഭിമാനികളായി പലരുമുള്ള ഈ തറവാട്ടിൽ നീ ഒരു അപമാനോ? അമ്മ, ഇനി മതി. നീ ഒരു അക്ഷരം മിണ്ടരുത്. കൊലപാതക കുറ്റം ഞാൻ ക്ഷമിക്കും, അതിനൊരു റീസൺ ഉണ്ടാവും. പക്ഷേ മോഷണം അതെനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല. അമ്മേ, പതിവില്ലാതെ നിന്റെ ഒരു പുറത്തുപോകൽ കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. പണം കാണാനില്ലെന്ന് അറിഞ്ഞതോടെ എനിക്ക് ഉറപ്പായി ആ പണം നീ തന്നെയാ എടുത്തതെന്ന്. അതുകൊണ്ട് തന്നെയാടി ഈ നോട്ടുകൾ കള്ളനോട്ടുകളാണെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. ഞാനൊരു കള്ളം പറഞ്ഞപ്പോ ഒരു കള്ളിയുടെ മുഖം മൂടി തെറിച്ചു. അമ്മേ, എന്റെ മകൻ ജഗദീഷ് സത്യസന്ധനും മാന്യനുമാണ്. അവനോട് പറഞ്ഞാലേ നിന്റെ എന്താവശ്യവും അവൻ നിറവേറ്റി തരുമായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ എന്റെ മോനെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തിനാ ഈ പണം മോഷ്ടിച്ചത്? ആർക്കു വേണ്ടി? എനിക്കറിയണം. നീ പറഞ്ഞേ പറ്റൂ. ആർക്കു വേണ്ടിയാ നീ ഈ പണം മോഷ്ടിച്ചത്? ഞാൻ ആർക്കു വേണ്ടിയും പണം മോഷ്ടിച്ചിട്ടില്ല. അഭിമാനിയായ എന്റെ മകന്റെ തലയിൽ വന്നു കയറിയ മഹാ അപമാനമാണ് നീ എന്ന ഭാര്യ. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് നീ പടിയിറങ്ങണം. അമ്മേ, എന്റെ മകൻ ജഗദീഷ് മാതാപിതാക്കളുടെ വാക്കുകൾ കൂടി കേട്ട് ജീവിക്കുന്നവനാ. നീ മോഷ്ടിച്ചു എന്ന് അവൻ അറിഞ്ഞ നിന്നെ അവൻ കൊന്നുകളെ. അതുകൊണ്ടൊരു ദുർമരണം ഏറ്റുവാങ്ങാതെ അവൻ വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ്ക്കോ. നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണം. നിന്നെ ഒരു നിമിഷം ഇവിടെ കണ്ടുപോകരുത്. നന്ദിനി, വാ.
അവള് രക്ഷപ്പെട്ടല്ലേ? നീ രക്ഷപ്പെടുത്തിയതല്ലേ അവളെ? ACP എന്തായി പറയുന്നേ? നിങ്ങളുടെ മുൻപിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാ. അതിനാ ഞാൻ അവളെ അവിടെ പിടിച്ചു നിർത്തിയത്. അല്ല, ഇത് നീയും അവളും തമ്മിലുള്ള ഒത്തുകളിയോ? ഒത്തുകളിയോ? അതെ. ഈ കുഞ്ഞിനെ അവൾക്ക് കാണിച്ചു കൊടുക്കാന്ന് നീയും അവളും തമ്മിൽ വാക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ എന്നോട് ഈ ബീച്ചിൽ കാർ നിർത്താൻ ആവശ്യപ്പെട്ടത്? നിങ്ങൾക്ക് വട്ടം. സത്യം പറഞ്ഞ അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത നിങ്ങൾക്ക് മാനസിക രോഗമാ. നിങ്ങളെ പോലെ തന്നെ വളരെ അവിചാരിതമായിട്ടാ ഞാനും അവളെ ഇവിടെ കണ്ടത്. അതുകൊണ്ടാ അവളെ പിടിച്ചു നിർത്തിയത്. നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. അവള് പിന്നെ ഡ്രാമ കളിക്കുന്നു. ദൈവമേ, എന്തൊരു കഷ്ടകാലമാണെന്ന് ഓർക്കണം. മോനെ ജഗദീഷേ, നന്ദിനിയുടെ അടുത്ത് ഒന്നും പറയണ്ട, ഞാൻ അംഗീകരിക്കില്ല. ഏടത്തിയോട് എനിക്ക് ആദരവുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ മോഷണം ആര് നടത്തിയാലും അതിന് ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ ഹരിശ്ചന്ദ്രന്റെ അനിയൻ രവിചന്ദ്രനല്ലേ ഒരു പുണ്യാളം നടക്കുന്നു. എന്താ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലെങ്കിൽ അത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയ്ക്കും ജനാർദ്ദന കൈമള്ള നാണക്കേടാ. ഒരു വിഷവിത്താണെങ്കിലും അവരുടെ മകള് തന്നെയല്ലേ നിങ്ങളും. അശ്വിനെ ഞാൻ ബോർഡിങ്ങിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. എന്തോ? സ്വഭാവശുദ്ധിയുള്ളവളും സത്യസന്ധയുമായ ശ്രീ മാലതി മന്മഥപ്പണിക്കരെന്തോ പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളെ മിണ്ടരുത്. എന്റെ കുഞ്ഞുങ്ങളുള്ള ഏരിയ പോലും നീ വന്നു പോകരുത്. പ്രസവിച്ചതിന്റെ അവകാശം പറഞ്ഞ് കോടതി കൊണ്ട് നീ കേസ് കൊടുക്ക്. അപ്പൊ ഞാൻ നോക്കിക്കോളാം ആ കാര്യം. മോളിങ് വന്നേ. ഞാനിവരെ വളർത്തുന്നത് സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസമുള്ളവരും ആക്കാനാണ്. ഇവരെ ജുവനൽ ഹോമിലോട്ട് അയക്കാനൊന്നും ഞാൻ തയ്യാറല്ല.